ഹലോ ഗൈസ്, നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളെ ഇന്ന് മൂസന്റെ നാട്ടിൽ പോക്കാണ്. അപ്പൊ അതിന്റെ മുന്നിൽ നമ്മള് പെട്ടി കെട്ടിലാണ്. ഇവിടെ ഏകദേശം കുറച്ച് അയക്കണ് പെട്ടി കെട്ടിട്ട്. ഇവിടെ എല്ലാരും ഉണ്ട്. ഇതാ റഫീഖാണ് മെയിൻ ഇതിന്റെ നേതൃത്വം. റഫീഖ് ഞങ്ങളെ, പിന്നെ ഷഹീർ, അതാണ് പോണ ആള് നമ്മളെ. പിന്നെ ഒരാൾ പോയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് അബു, അത് അബുവാണ്. പിന്നെ നഷീദ്ക്ക് പോകാനുള്ളതാണ്. പിന്നെ നമ്മള് ഡിസംബറിൽ കല്യാണത്തിന് പോകാൻ നിൽക്കുന്ന ആളാണ് ഫാസിൽ കണ്ണാപ്പി. പിന്നെ മെയിൻ അതാ നമ്മളെ ഷെബു, അതാണ് നമ്മളെ ഇവിടുത്തെ ഷമ്മാദ്. തന്നെ കാണിക്കാൻ പറയണേ ഷമ്മാദ്. അപ്പൊ ഇത് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഏകദേശം നമ്മൾ 20 kg അല്ല നമ്മൾ കൊണ്ടുപോയി. 20 40 കൊണ്ടുപോകണത്. ഓരോരുത്തരുണ്ട് ഗൈസ്. പെട്ടികെട്ടലിന് ഏകദേശം ഇതായിട്ടുണ്ട്. ഇത് നമ്മളെ റൂമിന്റെ ഹാളാണിത്. ഇവിടെ വെച്ചിട്ട് നമ്മളെല്ലാരും പെട്ടികെട്ടല് ഏകദേശം ഗൈസ് ഒരു പെട്ടി നമ്മൾ ഏകദേശം തൂക്കില്. റഫീഖ് എത്രടാ വെയിറ്റ്? എത്ര വെയിറ്റ് ആയിരുന്നു ഇപ്പൊ നമ്മൾ നോക്കിയേ? അന്റെ അല്ല ഇത് നമ്മളെത്രണ്ട്? 23 ഓക്കെ, നമ്മളെ 23. നമ്മൾക്ക് മൊത്തം ഉള്ളത് 40. അപ്പൊ ഞങ്ങള് ഇത് മൂസ മേടിച്ചു. പക്ഷെ ഞങ്ങൾക്കായിട്ട് സ്പോൺസർ ചെയ്ത് തന്നിട്ടുണ്ടാവും. 23 അന്റെ വെയിറ്റ് 53 നമുക്കറിയാം. മെസ്സത്തുള്ളി എടുക്കല്ലേട്ടാ. ചുറ്റുവിടല്ലേ ആകെ 6 മേടിച്ചിട്ടുള്ളൂ. കൊണ്ടേക്കടാ സീരിയസ് ആയിട്ട് എന്റെ ഉള്ളി എടുക്കട്ടെ. ഉള്ളി എടുക്കട്ടെ. നഗമ്പട്ടി എന്താ പൂത്ത മൂന്നെണ്ണുള്ളൂ. ഇതാ എല്ലാരും കെട്ടുമ്പോ ഇതിന്റെ പൊട്ടിക്കൊന്നും കൊടുക്കാനുള്ളതാണ്. ഈ പില്ലെന്തേലും പൊതിയ നഖം വെട്ടിട്ടുണ്ട്. മൊത്തം 3 മിസ്സായിക്കോട്ടെ. വിഷയമില്ല. കിട്ടിയില്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പോകുമ്പോ എല്ലാവരും പിടിക്കണം. ഹലോ 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 ഓക്കെ. മൈക്ക് എനിക്ക് എന്തൊക്കെ ഫുഡ് മേടിച്ചൊരു പെട്ടി കെട്ടിയാണ് തീരട്ടെ. മൂന്നെണ്ണത്തിന് മുറിക്കുള്ളൂ. ഇങ്ങനെ മുറിച്ച് അല്ല, 2 മുറിക്കും.
ഇവിടെ ആര് പെട്ടിട്ടാണ് അതിന്റെ ഏറ്റവും വലിയ ഇവിടെ ഐഡിയ പോകുന്നത് മൊത്തം ഇതാ ഫാസില് ഫാസിൽ ഐഡിയ ലച്ചിക്ക് വേറെ മെയിന് മെയിന് ഇപ്പൊ ഫാസിലിന്റെ മെയിൻ രണ്ടും മെയിനാണ് കുട്ടി കലാവിരുദ്ധുള്ള ആളാണ് ഇത് മേടിച്ചിട്ട് ഇതിമ പെട്ടിമല് നമ്മളെ ചിക്കനോട്ട് ഇങ്ങനെ പരിപാടി ഉണ്ട് സാധാരണ നമ്മളെല്ലാരും പെട്ടെടുക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴും സ്റ്റിക്കർ ചെയ്യും നമ്മൾ ഓരോ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് ചെയ്യലാണ് പക്ഷെ എന്റെ പെട്ടി നമ്മളങ്ങനെ ചെയ്യുന്നത് കാരണം ഫുഡ് മേടിച്ചിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് നല്ല മാന്യമായിട്ടാണ് പെട്ടികൾ കിട്ടിയത് ഇത് ചെറിയ ചെറിയ സാധനങ്ങൾ ഇട്ടുള്ളൂ ഉള്ളി തക്കാളി അങ്ങനെ കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ടുള്ളത് പിന്നെ കുറെ കാലം അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ടുള്ളത് ഏകദേശം ഇവിടെ കെട്ടിക്കണ്ട് നമ്മളെ എടാ ഇത് ഞങ്ങൾ നീണ്ടുവാ ഈ പെട്ടി കെട്ടുന്ന രൂപം ഒന്ന് കണ്ടോളൂ എങ്ങനെയാന്നുള്ളത് അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ എത്രയും ഉറപ്പാക്കിയിട്ടാണ് ഇത് കെട്ടുന്നത് കുറച്ച് പണിയൊന്നുമില്ല ആ ചെങ്ങ അല്ലെങ്കിൽ ഞാൻ ഇവിടെ കുടുങ്ങിയിട്ട് നെച്ചി കുറച്ച് ഇടാൻ വെച്ചതാണ് നമ്മൾ ബെൽറ്റോട് ഊരിച്ചുള്ളൂ അപ്പോൾ ഇവിടെ ചെമ്പറുള്ളതാണ് ചെമ്പറുള്ള ചെമ്മാക്കാണ് ഇവിടെ ക്ലിയർ ഉടായിപ്പാണിത് നോക്കണത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊള്ളാനുണ്ട് ഇനി കുറച്ച് കട്ട് ചെയ്തോ നിർത്തിക്കോ അല്ലെങ്കിൽ മസാല പൈസ വെപ്പിക്കൂടെ എന്തില്ല അല്ല ഫോട്ടോ ഒട്ടിക്കട്ടെ ഫോട്ടോ ഉണ്ട് കാര്യത്തിൽ പ്രശ്നമില്ല മറ്റേ ഈ മറ്റേ ബിഫോർ ആഫ്റ്റർ പെട്ടി ഫാസിലാണ് മെയിനെങ്കിൽ ഇതില് നഷീർക്കാണ് പെട്ടി കെട്ടാൻ നഷീർ പ്രത്യേക ഒരു കഴിവുണ്ട് വെള്ളം കുടിക്കുന്ന ക്ലാസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ തിരൂര് വൈരംകൊടി ഓഡിറ്റോറിയത്തിന് ഓപ്പോസിറ്റ് അല്ല മൂത്തന്റെ പേര് പോയാൽ വെള്ളം കുടിക്കുന്ന ഒരു ക്ലാസ് ഉള്ളതാണ്. അല്ല ഞാനിട്ടിട്ടില്ല വലുതായി ഞാനിട്ടിട്ടാ ആരിട്ട് നിക്കറിയില്ല അത്രേ ഉള്ളൂ. എനിക്കറിയട്ടെ ഞാനൊന്നും അറിയിട്ടില്ല. ചെറുതായല്ല എടാ പോണ കൊണ്ടുവന്നോ? അല്ല അവിടെ വെറുതെ ഇരിക്കാം. നമ്മള് ഏകദേശം പെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് ടാപ്പൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി റാപ്പ് ചെയ്യുന്ന പരിപാടിയാണ്. മക്കളെ ചില്ലറ പരിപാടിയല്ലേ നാട്ടിൽ പോയിട്ട് കണ്ടക്ടറാ പറയാ കണ്ടക്ടർ കിളി 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 പാസിൽ കിളി കിളി പാസിൽ
എന്നോട് എഴുതിയേക്കണ ചെറിയാണോ? നീതി പാലിക്കാന്നുള്ള ഒരു ബോർഡ് നമ്മള് വെച്ചിട്ടുണ്ട് ഇവിടെ. കാരണം വെച്ചാല് എന്താണ് ഇവൻ ഫുഡ് മേടിച്ചില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടിമ നമ്മള് ചിക്കൻ നോട്ടിച്ചിട്ടില്ലെങ്കിൽ അപ്പൊ അതിന്റെ പേരിലാക്കിയതാണ്. നശീകരണം നമ്മൾ ഇവിടുത്തെ മെയിൻ. മൂസനെ വാക്ക് പാലിക്കാത്തതിന് വരെ ആക്കിയിട്ടുണ്ട്. ഒരാളെ ഇങ്ങനെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ടീംസ് പേടിപ്പിക്കണേ. ഒരിക്കലും തടവില്ല എന്ന് പറഞ്ഞ മൂസ ദിൽഷാദ് മൂസ ഒരിക്കലും നമ്മൾ വിടില്ല. നല്ല ഐഡിയ കിട്ടിയ സോറി ഒന്ന് എടുക്കും. ഈ നാലെ പൊതിനെ കൂടിയ ഫാസിലിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. മൂസന്റെ വക ഫാസിൽ കീ ജയ് ഫാസിൽ കീ മൂസ നീതി പാലിച്ചിരിക്കുന്നു. ഈ ബോൾ എത്ര ഇവിടുന്ന് മാറ്റാനാണ് ഇവിടുന്ന് എല്ലാരും ആഹ്ലാദിപ്പിൻ ആർവാദിപ്പിൻ. എല്ലാരും സന്തോഷത്തിന്റെ ചിറികൾ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അബോക്ക് കിടന്നുറങ്ങാൻ പോയ അബോയിരുന്നു വെച്ചതാ ഫുഡ് എന്ന് പറഞ്ഞ വണ്ടി വന്നിട്ടുണ്ട്. മാനസികമായിട്ട് മൂസ് തളർന്നിട്ടുണ്ട്. ആകെ ഒരു സങ്കടമായി. അപ്പൊ സെക്യൂരിറ്റിക്ക് എന്നുള്ള വാക്ക് തന്നിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് അപ്പൊ നമ്മള് ഫുഡ് മൂഞ്ചി അബുക്ക് ഡ്രസ് ട്രൗസർ ഒക്കെ ഇട്ട്. അപ്പൊ ഗൈസ് ഞാനല്ലേ നമ്മള് ആഹ്ലാദപ്രദനാക്കിയാണ് ഗൈസ്. അപ്പൊ ഫുഡ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അബു പോയി എല്ലാരും അബു ഫുഡ് ഇല്ലെന്ന് പറഞ്ഞപ്പോ കിടന്ന് പാവാണ് അവിടെ കിടന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഷബീർ ആൻഡ് ഷമ്മാസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ ടീംസ് ആണ്. എല്ലാരും ഫുൾ ഇതിലാണ് നിൽക്കുന്നത്. എന്ത് വീഡിയോയിലാണ്. അപ്പൊ ഹാൻഡ് ബാഗും കൂടെ നമുക്ക് ഇനി സെറ്റ് ആക്കുള്ളൂ. ഹാൻഡ് ബാഗ് ഒരു ഈക്കോ കളറിലുള്ള ഹാൻഡ് ബാഗ് ആണ്. മൂസ അത് പാന്റൊക്കെ മടക്കിക്കണ്ട് നാട്ടിൽ പോയിട്ട് സ്റ്റൈലാവാനുള്ള. ഇതാണ് മൂസന്റെ കട്ടില് മുകളിലാണ്, പേടിക്കണ്ട. സെക്കൻഡ് മോഡലിന് ഇതാണ് മൂസന്റെ അൽമാറ. അതാണ് നമ്മള് ഫുള്ള് ഡ്രസ് ഇത് കുറഞ്ഞ് ഈ ആങ്കറൊക്കെ ഇങ്ങനെ നിക്കണ. കാരണം ഈ ഡ്രസ്സൊക്കെ നാട്ടിൽ പോയി ഇതിന്റെ ഇതിമുള്ള മൂസന്റെ ഇത് സോൾട്ട് സ്പ്രാൻഡ്. പിന്നെ അതുപോലെ തന്നെ ഈ സാധനമൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിൽ വെക്കും. ഇതിങ്ങനെ ഇവിടെത്തിട്ടുണ്ട്. ഒക്കെ നമുക്ക് അടിച്ച് ഇതിലുള്ള സ്പ്രേ ഒക്കെ നമുക്ക് എത്തിക്കണേ. മൂസ വെച്ചാലും ഓന്റെ ഒരു സന്തോഷത്തിലോന് കൊടുക്കാന്നുള്ള ഒരു ലെവല് അല്ല എന്നാ തെറ്റി ഗൈസ്. അപ്പൊ മൂസന്റെ സന്തോഷത്തിലെല്ലാരാണോ പറഞ്ഞിട്ടുണ്ടായത്? അവന് പേടിച്ച് കൂറിയിട്ടാണ് തരാന്ന് വിചാരിച്ചത്. മൂസ എന്തിനു റെഡി? അതാണ് മൂസ ഫുഡ് എന്ന് കിട്ടോ ഇല്ല കിട്ടൂല എന്ന് ആലോചിച്ചിട്ട് റഫീഖ ഇവിടെ ചിന്തിച്ചിട്ട് ആകെ സങ്കടമായി കിടക്കണം. ഇവന്റെ രാവിലെ നാളെ പോകുമ്പോ വീഡിയോ പിടിക്കും.
ഷബീർ ഇത് ശക്തമായ വെല്ലുവിളി. ഫോട്ടോ ഒട്ടിക്കുന്നില്ലെങ്കിൽ ഷബീർ മീശ പഠിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. മീശ പഠിച്ചിട്ട് ഫസ്റ്റിലേക്ക് ഇഷ്ടമാവോ എന്നുള്ളത് അറിയില്ല. ഫസ്റ്റിലേക്ക് വിളിച്ച് ചോദിക്കട്ടെ എന്നാണ്. ഓൾറെഡി ബെറ്റ് അടിച്ചിട്ട് മീശ പഠിച്ച് ഇല്ലാത്ത മീശ പഠിച്ചിട്ട് അമ്മാച്ചോട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് മൂസ അല്ലെങ്കിൽ ഇത് ഫുഡ് അല്ലെങ്കിൽ മൂസനെ പറ്റി ഫോട്ടോ എടുക്കും. ഇത് ഉള്ളതിൽ ഏറ്റവും നല്ല വൃത്തിയുള്ള ഫോട്ടോ ആണ് മൂസ. ഇത് ഡിസംബറിന് പോകുന്നുണ്ട്, ഡിസംബർ അടുപ്പിച്ച് പോകുന്നുണ്ട്. സെയിം ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അയ്യേ കൊളിച്ചിട്ടില്ല. നാട്ടിൽ പോകണം. പരിപാടി എടുക്കാം. ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നിശ്ചയിക്കാൻ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. മൂസന്റെ അതിമാറ്റവും പരിതാപകരമായിട്ടുള്ള ഫോട്ടോസാണ് ഇവിടെ കൊണ്ടുള്ളത്. ഇവിടെ ഭയങ്കര സംവാദത്തിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാല് മൂസ പറഞ്ഞ് ഫോട്ടോ ഒട്ടിച്ചാൽ ഫുഡാണ് മേടിച്ചു തരില്ല. ഷബീർ പറഞ്ഞ് എന്തായാലും ഫോട്ടോ ഒട്ടിക്കണമെന്നാണ്, അല്ലെങ്കിൽ മീശ പഠിക്കുന്ന പറയുന്നത്. പാസിൽ ചെക്കൻ മേടിച്ചാലെന്ന് പറയുന്നത് ഫുഡ്. ആ ഷബീറിന്റെ വാക്കുകൾ തിരുത്തി പറഞ്ഞുകൊണ്ട് ഷബീർ എന്താണ് ഷബീർ പറയാനുള്ളത്? എത്രയും പെട്ടെന്ന് പറയാനുള്ളത്. ഷബീർ മീശ ഇല്ല, ഷബീറിന്റെ വാക്ക് തിരുത്തി പറയാനുള്ള അവസരം ഉണ്ട്. അവിടെ പന്നികള് ഇതിപ്പോ എന്തായാലും ഒട്ടിച്ചില്ലെങ്കിലും ഇല്ല. വടവീരൻ മൂസ, ചക്കരമത്തൻ മൂസ, ഊട്ടി മൂസ. വേണ്ട, എന്ത് വർത്താനം ചെങ്ങി പറയുന്നത്? ഓപ്ഷൻ എ പറയൂ. അല്ല, ഒന്നെങ്കിൽ ഫുഡ് മേടിച്ചാൽ ഇതിനാണ് തീർച്ചയായും. ഓപ്ഷൻ എ ഒന്നെങ്കിൽ ഫുഡ് മേടിക്കല്ലേ കീറി കളയോ. മീശ മേടിക്കുന്ന കാര്യം സുബന്റെ എന്താണ് പേര്? ഷബൂർ. പെട്ടെന്ന് നമുക്ക് അതില് വാക്കുകൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഷബീർ ചെറുതായിട്ട് പ്ലാനിങ്. ഷബീർ പ്രാന്തായിട്ടുണ്ട്. ഷബീർ കേരളം മൊത്തം ഷബീറിനെ കുറിച്ച് നോക്കുന്നു. ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. ഇതിലിവിടുന്ന് പോകാനാണ്. അല്ലടാ, നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പെട്ടിട്ടില്ലേ ഫോട്ടോസ് എല്ലാം മറിച്ച് നോക്കിക്കൊണ്ട് ഏത് ഫോട്ടോ ആണ് നമുക്ക് ഇതിലേക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്? മീശ പഠിക്കണ നിർദ്ദേശപ്രകാരം ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്, സെറ്റാണ്. അങ്ങനെ ലുട്ടപ്പി നാട്ടിൽ പോവാണ്. ഇവിടെ പെട്ടിക്കായിട്ട് ലുട്ടാപ്പിന്റെ രാത്രി പോവും. മുട്ടപ്പാ പോവാ നാട്ടിലെത്തിയൊരു മെസ്സേജ്